ഹായ് അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇപ്പോൾ നാട്ടിലെല്ലാം നല്ലപോലെ ചക്കയെല്ലാം അഴിക്കുകയാണ്. ചക്ക വിഭവങ്ങൾ തയ്യാറാക്കുന്നവരുണ്ട്. എന്നാൽ നിങ്ങൾ ചക്കക്കൊണ്ട് കൊഴുക്കട്ട തയ്യാറാക്കിയിട്ടുണ്ടോ? വളരെ നല്ല രുചിയിൽ തയ്യാറാക്കിയെടുക്കാവുന്ന ഒരു പലഹാരമാണ് ചക്ക കൊഴുക്കട്ട. ഇത് കഴിച്ചാൽ ശരീരത്തിലേക്ക് നാരുകൾ എത്തുന്നതിനോടൊപ്പം തന്നെ നല്ല രുചിയും നൽകുന്നു. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഞാനിവിടെ നല്ല പഴുത്ത വരിക്ക ചക്ക എടുത്തിട്ടുണ്ട്. ഇത് 16 എണ്ണമുണ്ട്. ഇത് നല്ല ചെറിയ കഷ്ണങ്ങളാക്കി ചക്ക ആദ്യം നുറുക്കിയെടുക്കണം. എത്രത്തോളം ചെറുതാക്കുന്നോ അത്രത്തോളം നല്ലതാണ്. അങ്ങനെ ഇത് ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. പിന്നെ ഞാനിവിടെ ഒരു പാൻ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടായി വരുമ്പോൾ നെയ്യ് ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ അളവിലാണ് നെയ്യ് ചേർത്തിട്ടുള്ളത്. ഇപ്പോൾ നെയ്യ് ചൂടായി വന്നിട്ടുണ്ട്. എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം കശുവണ്ടി പരിപ്പ് നുറുക്കിയത് ചേർത്ത് വറുത്തെടുക്കാം. ഇപ്പോൾ കശുവണ്ടി പരിപ്പ് ലൈറ്റ് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഉണക്കമുന്തിരിയും ചേർത്ത് വറുത്തെടുക്കാം. ഇപ്പോൾ അണ്ടിപ്പരിപ്പും ഉണക്കമുന്തിരിയും ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇത് പാനിൽ നിന്നും കോരി മാറ്റാം. ശേഷം ആ നെയ്യിലേക്ക് തന്നെ നുറുക്കിയെടുത്ത ചക്ക ചേർത്ത് വഴറ്റിയെടുക്കണം. പിന്നെ അധികം വെന്ത് കുഴഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം. ഇപ്പോൾ ചക്ക 70% പാകമായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചിരികെ നാളികേരം 1/4 കപ്പ്, 1/2 ടീസ്പൂൺ നല്ല ജീരകം പൊടിച്ചത്, 1 ടീസ്പൂൺ വീതം ഏലക്കായപ്പൊടി, ചുക്കുപൊടി എന്നിവ ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ഇപ്പോൾ നാളികേരം വറന്നു വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഉരുക്കിയെടുത്ത ശർക്കര ചേർത്ത് ഇളക്കി കൊടുക്കാം. 1/2 കപ്പ് ശർക്കര പാനിയാണ് ചേർത്തിട്ടുള്ളത്. ഇപ്പോൾ ശർക്കരപ്പാനി വറ്റി നന്നായി ചേർന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വറുത്തെടുത്ത കശുവണ്ടിപ്പരിപ്പും ഉണക്കമുന്തിരിയും ചേർത്തിളക്കി കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ഫില്ലിംഗ് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. അടുത്തതായി കൊഴുക്കട്ടക്കുള്ള മാവ് തയ്യാറാക്കിയെടുക്കണം. ഇവിടെ ഒരു ബൗളിലേക്ക് 2 കപ്പ് വറുത്ത അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാനിവിടെ ഒരു പാത്രത്തിൽ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് പാകത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കണം. പിന്നെ 2 കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. 2 കപ്പ് അരിപ്പൊടിക്ക് 2 കപ്പ് വെള്ളം എന്ന കണക്കാണ്. ഇപ്പോൾ വെള്ളം നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇത് അരിപ്പൊടിയിലേക്ക് കുറേശ്ശെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് 1 ടീസ്പൂൺ വെച്ച് നന്നായി ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ടീസ്പൂൺ കൊണ്ട് മാവ് ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു വലിയ ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് കൈകൾ ഉപയോഗിച്ച് നന്നായി കുഴച്ചെടുക്കാം. അങ്ങനെ 3 മിനിറ്റ് വരെ നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒരു വലിയ ഉരുളകളാക്കി എടുക്കാം. അങ്ങനെ മാവെല്ലാം ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഫില്ലിംഗ് നിറച്ച് കൊടുക്കണം. ഇപ്പോൾ ഞാനൊരു ഉരുള എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് വിരൽ കൊണ്ട് ഇതുപോലെ ഹോൾ ഉണ്ടാക്കിയെടുക്കണം. എന്നിട്ട് ഫില്ലിംഗ് നിറച്ച് കൊടുക്കാം. ഫില്ലിംഗ് നിറച്ച് ഇതുപോലെ ടീസ്പൂൺ വെച്ച് നന്നായി അമർത്തി കൊടുക്കണം. എന്നിട്ട് വീണ്ടും കൈകൾ ഉപയോഗിച്ച് നന്നായി ഉരുട്ടിയെടുക്കാം. അങ്ങനെ കംപ്ലീറ്റ് ആയി ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റീം ചെയ്ത് വേവിച്ചെടുക്കാം. പിന്നെ ഞാനിവിടെ ഇഡ്ഡലിച്ചെമ്പിൽ വെച്ചിട്ടാണ് ആവി കൊടുക്കുന്നത്. ഇഡ്ഡലിച്ചെമ്പിൻ്റെ പാത്രത്തിൽ ഓരോ കുഴിയിലും നെയ്യ് തടവിയിട്ടുണ്ട്. ഇനി നമുക്ക് കൊഴുക്കട്ട വെച്ച് കൊടുക്കാം. ഇപ്പോൾ ആവി വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് പാത്രം മൂടി വെച്ച് വേവിച്ചെടുക്കാം. 10-12 മിനിറ്റ് വരെ മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേവിച്ചെടുക്കണം.
ഇനി നമുക്ക് മൂടി തുറന്ന് നോക്കാം. ഇപ്പോൾ കൊഴുക്കട്ട പാകമായി വന്നിട്ടുണ്ട്. എന്നിട്ട് 5-6 മിനിറ്റിന് ശേഷം ചെമ്പിൽ നിന്നും എടുത്തു മാറ്റാം. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ ചക്ക കൊഴുക്കട്ട ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇത് ചെറിയ ചൂടോട് കൂടി തന്നെ നമുക്ക് കഴിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത്. പിന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് നല്ലൊരു റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.